ഗൈസ്, അങ്ങനെ കണ്ണൂർ വാരിയേഴ്സ് അവരുടെ ഹോമിലെ ആദ്യത്തെ വിജയം. ആ വിജയത്തിന്റെ പ്രത്യേകത എന്താ ജിഷ്ണെ? ആ വിജയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലിലാണ് ജയിച്ചത്. 5 ഹോം മാച്ചിൽ നമുക്ക് ഒരു ജയം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണൂർ വാരിയേഴ്സ് ക്രൂഷ്യൽ മൊമെന്റിൽ ദേ സ്റ്റെപ്ഡ് അപ്പ് ആൻഡ് ഹിയർ വി ആർ ദ ചാമ്പ്യൻസ് ഓഫ് സൂപ്പർ ലീഗ് കേരള സീസൺ 2. അതെ, തീർച്ചയായിട്ടും ഈ ഒരു ആരാധകരുടെ മുമ്പിൽ ഒരു വിജയം തീർച്ചയായിട്ടും കണ്ണൂർ വാരിയേഴ്സ് ഡിസേർവ് ചെയ്തിരുന്നു. അത് ഫൈനലിലായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അത് ഒരു പ്രത്യേക ഒരു ഫീലാണല്ലേ. കാരണം അത്രയും സഫർ ചെയ്തിട്ടുള്ളൊരു ടീമാണ്. എന്നാൽ അത് ഫൈനലിൽ ഒരു അതായത് ലീഗ് സ്റ്റേജിലെ ലാസ്റ്റ് മാച്ചിലെ കംബാക്ക്, സെമി ഫൈനലിൽ കാലിക്കറ്റിനെ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഇതാ ഹോം ഗ്രൗണ്ടിൽ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് കൂടിയാണ്. അതെ, ഒരു റെഡ് കാർഡ് കിട്ടി 10 പ്ലേയേഴ്സിനെ കൊണ്ടാണ് നെക്സ്റ്റ് സെക്കൻഡ് ഹാഫിൽ കണ്ണൂർ വാരിയേഴ്സ് ഇറങ്ങിയത്. ബട്ട് സ്റ്റിൽ വി ഡിഡ് നോട്ട് ലൂസ് ദ ഗെയിം. അത് മാത്രമല്ല, കണ്ണൂർ വാരിയേഴ്സിൻ്റെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ടേബിളിൽ കണ്ണൂർ വാരിയേഴ്സ് അൺബീറ്റനായി അവേ മാച്ചസിൽ പോയിക്കൊണ്ടിരുന്നതിന് ശേഷം, ഹോമിൽ വന്നതിന് ശേഷം ഒരു മാച്ചും ജയിക്കാൻ പറ്റാത്തതിന് ശേഷം ദെർ വർ സോ മെനി ക്വസ്റ്റ്യൻസ്. കണ്ണൂർ വാരിയേഴ്സ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ദെർ വർ സോ മെനി ക്വസ്റ്റ്യൻസ്. ഇത് ഒരു ലക്കിൽ വന്നതാണെന്നുള്ളത്. ബട്ട് ദാറ്റ് വാസ് ഡിസ്പ്രൂവൻ. കാരണം സെമി ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സ് ഫേസ് ടേബിൾ ടോപ്പറായ കാലിക്കറ്റ് എഫ് സിനെ പരാജയപ്പെടുത്തിയിട്ടാണ് സെക്കൻഡ് ടേബിൾ ടോപ്പറായ തൃശ്ശൂർ മാജിക് FC നേരിട്ടിട്ട് 1-0 ഒരു ഇൻക്രെഡിബിൾ വിൻ ഹോം സ്റ്റേഡിയത്തിൽ നേടിയെടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് സ്വീറ്റർ ദാൻ ദിസ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഏറ്റവും ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ടീമാണ്. അവർക്കെതിരെ ഫസ്റ്റ് ഹാഫിൽ കണ്ണൂരിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ആ ഗോൾ വരുന്നത്. പിന്നീട് റെഡ് കാർഡ് കിട്ടി തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അറ്റാക്സ് കാര്യങ്ങളൊക്കെ വന്നു. അവിടെ ഗോൾ കീപ്പർ അൽക്കേഷിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു മെച്യൂരിറ്റി, ഗോൾ കീപ്പിംഗ് ആ ഒരു എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് 90 മിനിറ്റ് പിടിച്ച് നിൽക്കാൻ സാധിച്ചു. റെഡ് കാർഡ് കിട്ടി. 90 മിനിറ്റ് അല്ല, 100 മിനിറ്റ് നീണ്ട കളിയാണ്. എന്നിട്ട് പിടിച്ച് നിന്നിട്ട് ഈ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകർക്ക് ഇരട്ടി മധുരം എന്നൊന്നും പറഞ്ഞാൽ പോരാ. അതിന്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. കാരണം കണ്ണൂർ വാരിയേഴ്സ് സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഇൻ ദ ഇനീഷ്യൽ മിനിറ്റ്സ് ഓഫ് സെക്കൻഡ് ഹാഫ് കുറേ ഡിഫെൻസീവായി കളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ സം ടൈം കണ്ണൂർ വാരിയേഴ്സ് പിന്നെയും അറ്റാക്കിംഗ് മോഡിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷമാണ് ഒരു ഇൻക്രെഡിബിൾ വിന്നിലേക്ക് എത്തുന്നത്. എക്സ്ട്രാ ടൈം 10 മിനിറ്റ്സ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. ആ സമയത്താണെങ്കിലും തൃശ്ശൂർ മാജിക് FC ഹാഡ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ. അവരും വളരെ നന്നായി കളിച്ചു. നല്ല അറ്റാക്കിംഗ് ആയിരുന്നു. ദേ ഡിസേർവ്ഡ് എ ഗോൾ ടു ബി വെരി ഓണസ്റ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് നോട്ട് വാട്ട്സ് ഹാപ്പൻസ് വെൻ കംസ് ടു എ ഫുട്ബോൾ ഗെയിം. അല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഗോൾ കിട്ടണം എന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ കണ്ണൂർ വാരിയേഴ്സ് ഹിയർ ഹാസ് ബിക്കം ദ ചാമ്പ്യൻസ്. അതെ, സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിൽ ചാമ്പ്യൻസ് കണ്ണൂർ വാരിയേഴ്സ് FC ആണ്. ഇനി നമുക്ക് അടുത്ത സീസണിൽ കാണാം. കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഈ ആരാധകരെയൊക്കെ നമ്മൾ മിസ് ചെയ്യും. കേരളത്തിലെ ഒരു ഫുട്ബോൾ മേള ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അത് ഈ സീസണിൽ മാത്രമുള്ളൊരു അവസാനമാണ്. അടുത്ത സീസണിൽ ഇതിനേക്കാൾ ഊർജിതമായിട്ട് സൂപ്പർ ലീഗ് കേരള തിരിച്ചു വരും. ആ കാര്യത്തിൽ സംശയമില്ല. ഇനിയും ശക്തമായിട്ട് ഇനിയും കൂടുതൽ മാച്ചസും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, അല്ലേ? അതെ, ഓബ്വിയസ്ലി ഇത് ഒരു തുടക്കം മാത്രമാണ്. ആൻഡ് ഒരുപാട് സീസൺസ് ഇനിയും വരാനുണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച്.